വളരെ ബഹുമാനമുള്ള രാത്രികളിലൂടെയാണ്, പകലിലൂടെയാണ് പോകുന്നത്. അള്ളാഹുവിനോട് ധാരാളം നമുക്ക് ചോദിക്കാനുണ്ട്. അള്ളാഹുവിനോട് ചോദിച്ചാലും ചോദിച്ചാലും കിട്ടിയാലും തീരാത്തത്രയും വലുത് ചോദിക്കാനുണ്ട്. ദുന്യാവിൽ ചോദിക്കുന്നത് മാത്രമാണ് കിട്ടിയോ കിട്ടിയിട്ടില്ലേ എന്ന് നമുക്ക് ഒരല്പമെങ്കിലും മനസ്സിലാകാൻ പറ്റുന്നത്. മകൾക്ക് നല്ല പുതിയാപ്പിള വേണം, നല്ല സ്വലാത്ത് മജ്ലിസിലിരുന്ന് ദ്വാരുന്നു, തങ്ങന്മാരെ കൊണ്ട് ദ്വാരപ്പിച്ചു, മെഹളറക്ക് വന്നിരുന്നു ദ്വാരുന്നു. നല്ല ഒരു ലക്ഷണമൊത്ത അതബുള്ള ഒരു നല്ല പുതിയാപ്പിളയെ മകൾക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ ദുആക്ക് ഇജാബത്ത് കിട്ടിയിട്ടുണ്ട്. മകന് നല്ല പെൺകുട്ടിയെ വേണം, ഉപ്പന്റെ ഉമ്മന്റെ ആഗ്രഹമാണ്. അതും കുറെ ദ്വാരം നോക്കുമ്പോ നല്ല അതബുള്ള അച്ചടക്കമുള്ള ഉമ്മാനെയും ബാപ്പാനെയും സ്വന്തം ഉമ്മയെയും ബാപ്പയെയും പോലെ തന്നെ സ്നേഹിക്കുന്ന, നിങ്ങളെ ഉമ്മ നിങ്ങളെ ബാപ്പ എന്ന് പറയാതെ നമ്മളെ ഉമ്മ നമ്മളെ ബാപ്പ എന്ന് പറയുന്ന നല്ല മകളെ മകന് ഇണയാക്കി കിട്ടിയാൽ നമ്മളെ മഹദറത്തുൽ ബദരിന്റെ കറാമത്തായി, അല്ലെങ്കിൽ ആ തങ്ങളെ ബഹുമാനമായി, ഇന്ന ഉസ്താദിന്റെ ദുആ കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ദ്വാർന്നിട്ടാണ്, അല്ലെങ്കിൽ ഖുർആൻ ഓതി ദ്വാർന്നിട്ടാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലിങ്ങനെ തോന്നാൻ സാധ്യതയുമുണ്ട്. കച്ചവടം നല്ല ഉഷാറായി വിസ കിട്ടാൻ വേണ്ടി കുറെ നാള് കഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഒരു സ്ഥലത്തൊരു ഹദിയ നേർച്ചയാക്കിയത്, ഒരു സന്തോഷം. ഒരു മജ്ലിസിലേക്ക് ഭക്ഷണം നേർച്ചയാക്കിയത്, അല്ലെങ്കിൽ മദ്രസയിൽ പഠിക്കണം മക്കൾക്ക് കിതാബ് വാങ്ങിക്കൊടുക്കാൻ നേർച്ചയാക്കിയത്. അതിന്റെ ഫലം കൊണ്ട് നല്ല റാഹത്തുള്ള വിസ കിട്ടിയപ്പോൾ നമുക്ക് തോന്നി നമ്മുടെ ദുആക്ക് ഇജാബത്തുണ്ട് എന്ന്. ഇതൊക്കെ നമുക്ക് സാധാരണ കാണാൻ കഴിയുന്നതാണ്. എന്നാൽ സഹോദരങ്ങളെ, കണ്ണടച്ച് പിരിയുന്നതിന് ശേഷമുള്ള ഒരു ലോകമില്ലയോ? കിട്ടുന്നതെല്ലാം സന്തോഷമാണെങ്കിൽ അതിന് ശാശ്വതമായ സന്തോഷം ലഭിക്കുന്ന, ഒരിക്കലും സങ്കടപ്പെടേണ്ടി വരാത്ത ഒരു ലോകമില്ലയോ? ആ ലോകത്തിലേക്ക് നമ്മൾ എത്രയോ ദ്വാരക്കുന്നുണ്ട്. അല്ലാഹുവേ, സ്വർഗം നൽകണേ അല്ലാ, സ്വർഗം നൽകണേ അല്ലാ, ഖബർ വിശാലമാക്കണേ അല്ലാ, ഞങ്ങളുടെ ഖബറിൽ നീ പ്രകാശം നൽകണേ അല്ലാ, സ്വർഗത്തില് ഭക്ഷണം തരണേ അല്ലാ, സ്വർഗത്തില് വീട് നൽകണേ അല്ലാ, നരകത്തെ തൊട്ട് കാക്കണേ അല്ലാ.